മലയാളത്തിന്റെ പ്രിയങ്കരനായ ഗായകൻ പി ജയചന്ദ്രന് വിട നൽകാൻ നാട്. മൃതദേഹം അല്പസമയത്തിനകം ആശുപത്രിയിൽ നിന്ന് തൃശൂർ പൂങ്കുന്നത്തെ സഹോദരിയുടെ വീട്ടിലെത്തിക്കും. സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിലും പൊതുദർശനമുണ്ടാകും. ഡാനി പോൾ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. ഡാനി, 8 മണിയോടെ മൃതദേഹം പൂങ്കുന്നത്തെ വീട്ടിലേക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുന്നുണ്ട്. ശ്രീജ, ഇപ്പോൾ 9 മണിയാകുന്നു. ഇപ്പോൾ നേരത്തെ 8 മണി എന്ന രീതിയിലായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അതിൽ നിന്ന് 1 മണിക്കൂറോളം തന്നെ മാറ്റം വന്നിരിക്കുന്നു. അല്പസമയത്തിനകം ഇവിടെ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുകയും തുടർന്ന് പൊതുദർശനത്തിനായി പൂങ്കുന്നത്തെ അദ്ദേഹത്തിൻ്റെ സഹോദരി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഇവിടെ മകൻ ദിനനാഥ്, മറ്റ് അടുത്ത ബന്ധുക്കൾ, ഒപ്പം VS സുനിൽകുമാർ, മുൻ MLA ജയരാജ് വാര്യർ, ഇങ്ങനെ തുടങ്ങിയവർ അദ്ദേഹത്തോട് വളരെ അടുപ്പം പുലർത്തുന്നവരാണ് ഇവരെല്ലാവരും തന്നെയും. ഇവരെല്ലാവരും ഇവിടേക്ക് എത്തുകയും ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള ആ ഒരു നടപടികൾക്ക് വേഗം കൂട്ടുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവിടെ നിന്ന് ആംബുലൻസിലേക്ക് മാറ്റി മോർച്ചറിയിൽ നിന്ന് ആംബുലൻസിലേക്ക് മാറ്റി തുടർന്ന് പൂങ്കുന്നത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പൂങ്കുന്നത്ത് വസതിയിൽ ഏതാണ്ട് 2 മണിക്കൂറാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. അനുസരിച്ച് 10 മണിക്ക് അവിടെ നിന്ന് സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിലേക്ക് പൊതുദർശനത്തിന് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ നിന്നിപ്പോൾ 1 മണിക്കൂറിൻ്റെ സമയം അതിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സമയക്രമത്തിലൊരു മാറ്റം സ്വാഭാവികമായും പ്രതിഫലിച്ചേക്കാം. അതോടൊപ്പം തന്നെയാണ് ഈ റീജിയണൽ ഹാളിലടക്കം നിരവധി പേരുടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്ന് പറയുന്നു. ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് ഇറക്കുകയാണ് ശ്രീജ. തുടർന്ന് ആംബുലൻസിലേക്ക് മാറ്റുവാനുള്ള ക്രമീകരണങ്ങളിലേക്ക് നടന്നിരിക്കുന്നു. ഇപ്പോൾ അത് ഹാളിൽ നിന്ന് മോർച്ചറിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പി ജയചന്ദ്രൻ്റെ ഭൗതിക ശരീരം പുറത്തേക്ക് ഇറക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിൽ ഇവിടെ ആദരവ് അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയവരുണ്ട്, ആശുപത്രിയിൽ ഇവിടെ ഉള്ളവരുണ്ട്, ആശുപത്രി അധികൃതർ അടക്കം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരെ ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റുകയും തുടർന്ന് പൂങ്കുന്നത്തെ വസതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. ഇവിടെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ആശുപത്രി അധികൃതർ, അമല ആശുപത്രി അധികൃതർ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നു. ഒപ്പം തന്നെയും ഇവിടെ എത്തിയ ആളുകളുണ്ട്. അവരെല്ലാം ഈ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഭാവഗായകനെ ഒരു നോക്ക് കാണുന്നതിന്, അവസാന യാത്ര പറയുന്നതിന് വേണ്ടി അവിടെ ചുറ്റുപാടും കൂടിയിട്ടുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുക എന്നതാണ് ഇപ്പോൾ നൽകിയ നിർദ്ദേശം. അതുകൊണ്ട് തന്നെയും ആംബുലൻസിലേക്ക് മാറ്റുക, മറ്റൊരു പൊതുദർശനം ഇവിടെ താൽക്കാലികമായെങ്കിലും ഉണ്ടാകും എന്ന് ചിലരെങ്കിലും കരുതിയിരുന്നാൽ അത് സമയം വൈകിയ ഒരു സാഹചര്യത്തിൽ കൂടി ഇവിടെ നിന്ന് മാറ്റുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മറ്റ് സൗകര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ക്രമീകരണങ്ങൾ ചെയ്യുന്നില്ല. നേരെ വീട്ടിലേക്ക് പൂങ്കുന്നത്തെ വസതിയിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റുകയാണ്. ആശുപത്രി പരിസരത്ത് നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആശുപത്രി ജീവനക്കാരും അടക്കം ഇവിടെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ, നിരവധിയായ ഓരോ മനുഷ്യരുടെയും വികാര വിചാരങ്ങൾക്ക് ശബ്ദം കൊണ്ടുകൊണ്ട് കൂടെ നടന്ന് ഇത്രയും കാലം 5 പതിറ്റാണ്ട് ശബ്ദം കൊണ്ട് ഒപ്പം നടന്നൊരാൾ മറയുകയാണ്. അദ്ദേഹത്തിന് ആദരവ് നൽകിക്കൊണ്ട് വിട പറയാൻ നിൽക്കുകയാണ് സാംസ്കാരിക കേരളം. തൃശ്ശൂരിൽ ഇന്ന് 2 ഇടങ്ങളിലാണ് പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഇടത്തേക്ക് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വസതിയിലേക്ക് പൂങ്കുന്നത്തേക്കുള്ള യാത്രയാണ്. അതിനുശേഷം 2 മണിക്കൂർ അവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. സമയത്തിൽ മാറ്റം വന്നേക്കാം. അതിനുശേഷം ഇപ്പോൾ
പിന്നീട് സംഗീത അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിലേക്കും കൊണ്ടുപോകും. എന്തായാലും അദ്ദേഹത്തിന് ഉചിതമായ യാത്രയയപ്പിന് വേണ്ടി തന്നെയാണ് എല്ലാവരും ഒരുങ്ങുന്നത്. നിരവധിയായ ആരാധകർ, സുഹൃത്തുക്കളെല്ലാം തന്നെയും അദ്ദേഹത്തെ അവസാന യാത്ര അയക്കുന്നതിന് വേണ്ടി ഈ സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിരവധിയായ ഗാനങ്ങൾ ഓർത്തെടുക്കാൻ ഒരുപാട് ആസ്വാദകർക്ക് നൽകിയ ശബ്ദം കൊണ്ട് സാന്നിധ്യമായി ഈ കാലം അത്രയും 5 പതിറ്റാണ്ടുകൾ, 16,000-ലധികം ഗാനങ്ങൾ, പല ഭാഷകൾ, അങ്ങനെ ഒരു സംഗീതത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചുവെന്ന് നമ്മൾ ആലങ്കാരികമായി പറയാവുന്നതിന് അതിനും അപ്പുറത്തേക്കെല്ലാം തന്നെ വളർന്ന് പന്തലിച്ചൊരാൾ അദ്ദേഹം. അതുകൊണ്ട് തന്നെ ജയചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തെടുക്കുന്ന ഈണങ്ങളും ഭാവങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ ഉടമ അദ്ദേഹം യാത്രയാവുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം രോഗത്തോട് പല രീതിയിൽ മല്ലിടുകയായിരുന്നു. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളും സമയങ്ങളും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ആശ്വാസത്തോടെയും കാരുണ്യത്തോടെയും എല്ലാമാണ് കേരളം കണ്ടും കേട്ടുമെല്ലാം ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ താൻ തിരിച്ചു വന്നു എന്ന് പറയുകയും സ്വതസിദ്ധമായ നർമ്മത്തോടുകൂടിയും മുൻചുണ്ടിയോടുകൂടിയും എല്ലാം തന്നെ അദ്ദേഹം അത് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും എല്ലാം തന്നെ അദ്ദേഹം ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹം നടന്നു തുടങ്ങി എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് തന്നെ നമ്മൾ കരുതിയിരുന്നു. അവസാനം ഏറെ പ്രിയപ്പെട്ട കൃഷ്ണഭക്തി ഗാനം അദ്ദേഹം ആലപിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ ഈ ഒരു സംഗീതത്തിൻ്റെ ലോകത്തെ സജീവതയിലേക്കെല്ലാം തന്നെ അദ്ദേഹം കടന്നു വരികയായിരുന്നു. അത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു എല്ലാവരും കണ്ടിരുന്നത്. അങ്ങനെ ഒരു അനുവാചക ലോകം തന്നെ അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ളൊരു പ്രതീക്ഷ ബാക്കി നിന്നിരുന്നു. എന്നാൽ അത് വളരെ പെട്ടെന്ന് വീണ്ടും രോഗത്തിൻ്റെ ഒരു മൂർധന്യതയിലേക്കെല്ലാം തന്നെ തിരിച്ച് വരുന്നൊരവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അദ്ദേഹത്തെ വളരെ ഗുരുതരമാവുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും പിന്നീട് ചികിത്സയിലിരിക്കെ തന്നെ മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അന്ത്യയാത്ര അതിൻ്റെ ഒരു തുടക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ഔപചാരികമായ യാത്രയയപ്പ് എന്ന രീതിയിലേക്ക് തന്നെ ആയിരിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് അല്പസമയത്തിനകം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് നേരത്തെ ക്രമീകരിച്ച രീതിയിൽ തന്നെ യാത്രയയപ്പും കാര്യങ്ങളും എല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി 2 ഇടങ്ങളിലാണ് പൊതുക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. പൂങ്കുന്നത്തെ വസതിയിലും അതോടൊപ്പം തന്നെ റീജിയണൽ തിയേറ്ററിൻ്റെ ഹാളിലുമാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആംബുലൻസ് മുന്നോട്ട് എടുക്കുകയാണ്. പൂങ്കുന്നത്തെ വസതിയിലേക്കാണ് മൃതദേഹം ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത്. അവിടെ എത്ര സമയം എന്നത് സംബന്ധിച്ചുള്ള ഒരു കാര്യമുണ്ട്. നേരത്തെ 2 മണിക്കൂറാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് 1 മണിക്കൂറോളം വൈകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്രയും സമയം അവിടെ ഉണ്ടാകുമോ എന്ന ഒരു സംശയം നിൽക്കുന്നു. എങ്കിലും ഈ ദിവസം മുഴുവനായും തന്നെ തൃശ്ശൂരിനെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു ജനാവലി, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ, അദ്ദേഹത്തെ ആരാധിക്കുന്നവർ, അങ്ങനെ ആ ശബ്ദത്തിൻ്റെ എല്ലാ കാലവും ഓർത്തിരിക്കുന്നവർ, ഇവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരിലും നിൽക്കുന്നത്. അതുകൊണ്ട് സമയക്രമത്തിലെല്ലാം മാറ്റമുണ്ടായേക്കാം. അല്പസമയത്തിനകം ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടും. പോലീസ് വാഹനങ്ങളെല്ലാം തന്നെ അതിനനുസരിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. പൈലറ്റ് വാഹനങ്ങളടക്കം ഉണ്ട്. ഇവിടെ നിന്ന് പൂങ്കുന്നത്തെ വസതിയിലേക്ക് വലിയ ദൂരമില്ല. പ്രത്യേകിച്ച് രാവിലെ ഒരു ഗതാഗതം തിരക്കിലേക്ക് വന്നിട്ടുമില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. മലയാളിയുടെ പ്രിയപ്പെട്ട ഗായകൻ അദ്ദേഹം സ്വന്തം നാടിനോട് ദേശത്തിനോടെല്ലാം തന്നെ യാത്രയാകുന്നു. നിരവധിയായ തവണ നല്ല പാട്ടുകൾ കൊണ്ട്, ഇമ്പമേറിയ ഗാനങ്ങൾ കൊണ്ട്, ശബ്ദ മാധുര്യം കൊണ്ട് വിസ്മയിപ്പിക്കുകയും ചെയ്തൊരാൾ ഇപ്പോൾ മറയുകയാണ്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് തൃശ്ശൂർ നഗരം മുഴുവനായും തന്നെ, തൃശ്ശൂർ ദേശം മുഴുവനായും തന്നെ ഇപ്പോൾ ആംബുലൻസ് മുന്നോട്ട് നീങ്ങുകയാണ്. പൂങ്കുന്നത്തെ വസതിയിലേക്കാണ് ആംബുലൻസ് നീങ്ങുന്നത്. ഇനിയിപ്പോൾ പൂങ്കുന്നത്തെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ വീട്ടിലെല്ലാം തന്നെ അതിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. പൂങ്കുന്നത്തെ വസതിയിൽ
2 മണിക്കൂറോളം എന്ന രീതിയിൽ തന്നെയാണ് നിലവിൽ ഉള്ളത്. ആ സമയം അത്രയും അവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ. ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. അമല ആശുപത്രിയിൽ നിന്ന് പ്രിയപ്പെട്ട ഗായകൻ പി ജയചന്ദ്രന്റെ മൃതദേഹം ഇപ്പോൾ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്.